നമസ്കാരം. നമ്മുടെയൊക്കെ മുറ്റത്ത് ഒരു തുളസിത്തറയുണ്ടാകും അല്ലേ? അല്ലെങ്കിൽ വഴിവക്കിൽ ഒരു കൂറ്റൻ ആൽമരം കാണാത്തവരായി ആരുമുണ്ടാവില്ല. ഇന്ത്യൻ സംസ്കാരത്തിൽ മരങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അവ വെറും ചെടികൾ മാത്രമല്ല, ജീവനുള്ള ദൈവങ്ങളാണ്. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്തുകൊണ്ടാണ് നമ്മൾ മരങ്ങളെ ആരാധിക്കുന്നത്? ശരി, നമുക്കൊരുമിച്ച് കണ്ടെത്താം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നതെന്നറിയോ? ആദ്യം തന്നെ മരങ്ങളെ എന്തിനാണ് ദൈവത്തെപ്പോലെ കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമ്മുടെ പേരാലും അരയാലും അവയുടെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ വീടുകളിലെ തുളസിയുടെയും കൂവളത്തിന്റെയും സ്ഥാനം എന്താണെന്ന് നോക്കാം. ഒടുവിൽ ഈ പഴയ അറിവുകൾക്ക് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയുണ്ടെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. അതായത് പ്രകൃതിയിൽ, പ്രത്യേകിച്ച് ഈ മരങ്ങളിൽ ദൈവീകമായൊരു ചൈതന്യം നേരിട്ട് കാണുന്നൊരു കാഴ്ചപ്പാട്. നമ്മുടെയൊക്കെ പൂർവികർ എന്തിനായിരിക്കും ഒരു മരത്തിനു മുന്നിൽ പോയി കൈകൂപ്പിയത്? അത് വെറുമൊരു അന്ധവിശ്വാസം മാത്രമായിരുന്നോ? അതോ അതിലും വലിയ എന്തെങ്കിലും സത്യം അവർക്കറിയാമായിരുന്നോ? ഈ വിശ്വാസത്തിൻ്റെയെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് വൃക്ഷദേവത എന്നൊരു സങ്കല്പമാണ്. അതായത് ഓരോ മരത്തിലും ഒരു ആത്മാവുണ്ട്, ഒരു ദിവ്യമായ ശക്തിയുണ്ട്. അതുകൊണ്ടുതന്നെ ഒരു മരം മുറിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു തടിവെട്ടലല്ല, മറിച്ച് ആ ദിവ്യചൈതന്യത്തെ മുറിവേൽപ്പിക്കുന്നതിന് തുല്യമായാണ് കണ്ടിരുന്നത്. ഒരുപക്ഷെ ഈ ഒരൊറ്റ വിശ്വാസമായിരിക്കും ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ കാവുകളെയും പുണ്യവൃക്ഷങ്ങളെയുമൊക്കെ സംരക്ഷിച്ചു പോന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മരങ്ങൾ ഇത്രയേറെ പുണ്യമായി കണക്കാക്കപ്പെടുന്നത്? അതിന് വളരെ ലളിതവും എന്നാൽ വളരെ ആഴത്തിലുള്ളതുമായ ചില കാരണങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മരം അതിന്റെ വേരുകൾ കൊണ്ട് പാതാളത്തെയും ശിഖരങ്ങൾ കൊണ്ട് സ്വർഗ്ഗത്തെയും തൊട്ടുനിൽക്കുന്നു. അതായത് ഭൂമിയെയും ആകാശത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണത്. അതിനേക്കാളൊക്കെ ഉപരി നമ്മളോടൊന്നും തിരിച്ചു ചോദിക്കാതെ നമുക്ക് തണല്, പഴങ്ങൾ, എന്തിന് നമ്മുടെ ജീവശ്വാസം വരെ തരുന്ന നിസ്വാർത്ഥ സേവനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഓരോ മരവും? ശരി, പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന രണ്ട് മരങ്ങളെപ്പറ്റി സംസാരിക്കാം. നമ്മുടെ സ്വന്തം പേരാലും അരയാലും. ആദ്യമായിട്ട് നമുക്ക് അരയാലിനെപ്പറ്റി സംസാരിക്കാം. വൃക്ഷങ്ങളുടെ രാജാവ് എന്നാണതിന് പറയുന്നതല്ലേ? അശ്വത്ഥവൃക്ഷമെന്നും പറയും. അതിന്റെ ഇലകൾ കാറ്റിലാടുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദം പോലും ഒരു ദിവ്യമായ മന്ത്രം പോലെയാണെന്നാണ് വിശ്വാസം. എന്താണ് അരയാലിനെ ഇത്രയേറെ സവിശേഷമാക്കുന്നത്? അരയാൽ വെറുമൊരു മരമല്ല, അതൊരു പ്രപഞ്ചം തന്നെയാണ്. അതിന്റെ വേരുകളിൽ ബ്രഹ്മാവും തടിയിൽ വിഷ്ണുവും ഇലകളിൽ ശിവനും വസിക്കുന്നു എന്നാണ് സങ്കല്പം. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, വൃക്ഷങ്ങളിൽ ഞാൻ അരയാലാകുന്നു എന്ന്. ശ്രീബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചതും ഈ വൃക്ഷച്ചുവട്ടിലിരുന്നാണ്. അതിലും വലിയൊരത്ഭുതം എന്താണെന്നറിയോ? രാത്രിയിലും നമുക്ക് ഓക്സിജൻ തരുന്ന വളരെ അപൂർവം മരങ്ങളിലൊന്നാണ് അരയാൽ. അതൊരു ശാസ്ത്രീയമായ സത്യം കൂടിയാണ്. ഈ വിശ്വാസം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഈ ഒരു ശ്ലോകം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. വേരിൽ ബ്രഹ്മരൂപനും മധ്യത്തിൽ വിഷ്ണുരൂപനും അഗ്രത്തിൽ ശിവരൂപനുമായ അശ്വത്ഥവൃക്ഷത്തിന് എന്റെ നമസ്കാരം. ഇത് വെറുമൊരു മരത്തോടുള്ള പ്രാർത്ഥനയല്ല, സാക്ഷാൽ ത്രിമൂർത്തികളോടുള്ള ആരാധനയാണ്. ശരി, ഇനി നമുക്ക് അടുത്ത മരത്തിലേക്ക് പോകാം. അനശ്വരതയുടെ പ്രതീകം, നമ്മുടെ പേരാൽ. ആയിരക്കണക്കിന് കൈകളുമായി ഭൂമിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ആ വടവൃക്ഷം ഒരു മരമായി തുടങ്ങി കാലം കഴിയുമ്പോൾ ഒരു കാടായി മാറുന്നൊരു അത്ഭുതം. പേരാലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അതിന്റെ താങ്ങുവേരുകൾ തന്നെ. ഓരോ വേരും താഴേക്ക് വന്ന പുതിയൊരു മരമായി മാറുകയാണ്. അതുകൊണ്ടാണ് അതിനെ അനന്തമായ ജീവിതത്തിന്റെ പ്രതീകമായി കാണുന്നത്. ജ്ഞാനത്തിന്റെ മൂർത്തിയായ ദക്ഷിണാമൂർത്തി ഇരിക്കുന്നതും ഈ വടവൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. അത്രയേറെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് പേരാൽ നമ്മുടെ ദേശീയ വൃക്ഷം കൂടിയായി മാറിയത്. അപ്പോ ഈ വലിയ മരങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ നമ്മുടെയൊക്കെ വീടുകളിലേക്കും പൂജാമുറികളിലേക്കും വരാം. നമ്മുടെ എല്ലാ ദിവസവും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ചില പുണ്യസസ്യങ്ങളെപ്പറ്റി നോക്കാം. നമ്മുടെ എല്ലാം വീട്ടുമുറ്റത്തൊരു തുളസിത്തറ കാണുമല്ലേ? അത് വെറുതെ അല്ല, സാക്ഷാൽ ലക്ഷ്മീദേവിയാണ് തുളസി. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടതും. അത് വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഇനി മറ്റൊന്ന് നോക്കൂ, കൂവളത്തിന്റെ ഇല. അത് ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. അത് നമുക്ക് നൽകുന്നത് ആത്മീയമായ ശാന്തിയാണ്. അപ്പോൾ വിഷ്ണുവും ശിവനും പോലെ തുളസിയും കൂവളവും നമ്മുടെ ആരാധനയുടെ രണ്ട് പ്രധാന ഭാഗങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ 108 എന്ന സംഖ്യയ്ക്ക് നമ്മുടെ സംസ്കാരത്തിൽ എന്തൊരു പ്രാധാന്യമാണെന്ന്? ജപമാലയിലെ 108 മുത്തുകൾ, 108 പുണ്യനാമങ്ങൾ. എന്തുകൊണ്ടാണ് ഈ 108? പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയെയാണ് ഈ സംഖ്യ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഒരു പുണ്യവൃക്ഷത്തെ 108 തവണ പ്രദക്ഷിണം വയ്ക്കുന്നത് ആ ദിവ്യചൈതന്യവുമായി പൂർണ്ണമായി ഒന്നായി ചേരുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരാം. ഈ പറയുന്നതൊക്കെ പഴയ പുസ്തകങ്ങളിലുള്ള കാര്യമല്ലേ?
നമ്മുടെ ജീവിതത്തിൽ ഇതിനെവിടെയാ സ്ഥാനം? തീർച്ചയായുമുണ്ട്. നമ്മുടെ ആഘോഷങ്ങളിലും ദിവസേനയുള്ള ജീവിതത്തിലും ഈ പ്രകൃതി ആരാധന എങ്ങനെയാണ് ഭാഗമായിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിൽ പലരുടെയും വീടുകളിൽ രാവിലെ കാണുന്നൊരു കാഴ്ചയാണിത്, അല്ലേ? തുളസിത്തറയിൽ വെള്ളമൊഴിക്കുന്നു, ഒരു ദീപം തെളിയിക്കുന്നു, എന്നിട്ട് വണങ്ങുന്നു. ഇത് വെറുമൊരു ചെടി നനയ്ക്കലല്ല. നമ്മൾ സമർപ്പിക്കുന്ന വെള്ളം ഭക്തിയെയും കത്തിക്കുന്ന ദീപം അറിവിനെയും ആ പ്രദക്ഷിണം നമ്മുടെ ആദരവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ചെറിയ ചടങ്ങിലൂടെ ആ ഒരു ദിവസത്തേക്കു വേണ്ട നല്ല ഊർജം മുഴുവൻ നമ്മൾ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുകയാണ്. ഇനി നമ്മുടെ ആഘോഷങ്ങളുടെ കാര്യം എടുത്തു നോക്കൂ. വടവൃക്ഷത്തെ ചുറ്റി പ്രാർത്ഥിക്കുന്ന വടസാവിത്രി, നെല്ലിമരം പൂജിക്കുന്ന അമലനവമി, ഇങ്ങനെ ഓരോ ഉത്സവത്തിനും അതിൻ്റേതായ ഒരു പുണ്യവൃക്ഷമുണ്ട്. ഇതൊരു യാദൃച്ഛികമല്ല കേട്ടോ. നമ്മുടെ ആഘോഷങ്ങൾ പോലും പ്രകൃതിയെ ഓർക്കാനും ബഹുമാനിക്കാനും സംരക്ഷിക്കാനുമുള്ളൊരവസരമായിട്ടാണ് നമ്മുടെ പൂർവികർ ഒരുക്കിവെച്ചത്. ശരി, ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം, ഇതൊക്കെ പണ്ടത്തെ കാലത്തെ വിശ്വാസങ്ങളല്ലേ, ഇന്നത്തെ കാലത്ത് ഇതിനെന്ത് പ്രസക്തിയെന്ന്. പക്ഷേ നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് ഈ പഴയ അറിവ് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് എങ്ങനെ പരിഹാരമാകുമെന്ന് നമുക്ക് കാണാം. ഈ സ്ക്രീനിലെ 2 കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കും. പണ്ട് നമ്മൾ പ്രകൃതിയെ കണ്ടിരുന്നത് ദൈവമായിട്ടാണ്, അമ്മയായിട്ടാണ്. അപ്പോൾ നമ്മളതിനെ ആരാധിച്ചു, കൂടെ ജീവിച്ചു. ഫലമോ എല്ലാം സന്തുലിതമായിരുന്നു. എന്നാൽ ഇന്ന് പ്രകൃതി വെറുമൊരു വിഭവം മാത്രമായി മാറി, നമുക്ക് ചൂഷണം ചെയ്യാനുള്ള ഒന്ന്. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും മലിനീകരണത്തിന്റെയും ഒക്കെ പ്രധാന കാരണം ഈ കാഴ്ചപ്പാടിലെ മാറ്റമാണ്. അപ്പോൾ ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഒരു മരം നട്ടുന്നത് പുണ്യമാണെങ്കിൽ ഒരു മരം വെട്ടുന്നത് എന്താണ്? ഈ ഒരു ചോദ്യം നമ്മുടെ പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്തത്തെ നിയമപരമായൊരു കാര്യത്തിൽ നിന്ന് ആത്മീയവും ധാർമ്മികവുമായ തലത്തിലേക്ക് മാറ്റുകയാണ്. അതുകൊണ്ടുതന്നെ നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യം ഇതാണ്: പ്രകൃതിയെ സേവിക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വരസേവ. ഒരു ചെടി നടുമ്പോൾ, ഒരു പുഴ വൃത്തിയാക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈശ്വരനെ ആരാധിക്കുക എന്നത് തന്നെയാണ്. ക്ഷേത്രത്തിൽ പോകുന്ന അത്രയും തന്നെ പുണ്യമുള്ളൊരു കർമ്മമാണത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള പ്രധാന പാഠമെന്താണ്? പ്രകൃതി വേറെ, നമ്മൾ വേറെ എന്ന ചിന്ത മാറ്റുക. നമ്മളും പ്രകൃതിയും ഒന്നാണ്. അത് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്, അല്ല, നമ്മുടെ ഏറ്റവും വലിയ ധർമ്മമാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ എഴുതിയ വൃക്ഷോം കാ ധാർമ്മിക് മഹത്വ എന്ന ഹിന്ദി പുസ്തകത്തെ ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പുസ്തകം തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. നമ്മുടെ പൂർവികരുടെ ഈ മഹത്തായ അറിവിനെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും? നല്ലൊരു ഭാവിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. നന്ദി.